അയാളെ വഴിക്ക് പോയി ജീവിച്ചോട്ടെ. എന്തായാലും എൻ്റെ വീട്ടുകാരും എനിക്കില്ല. ഇവനെ കാരണം എനിക്ക് ആരുമില്ല. നല്ലൊരു ഭർത്താവ് ആയിരുന്നു എങ്കിൽ അൽഹംദുലില്ലാ റാഹത്തായേനെ. 24 മണിക്കൂറും ചുണ്ടിൻ്റെ അടിയിൽ വെക്കണം. എന്നാലും എല്ലാം അവനിഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും വാങ്ങിക്കൊടുത്ത്, അത് മക്കൾക്കും വാങ്ങിക്കൊടുത്ത്, മക്കളെ അവനെ ഒരുപോലെ നോക്കി ഞാൻ ഇതുവരെ കൊണ്ടുവന്നു. ഇപ്പം എനിക്ക് സങ്കടമൊന്നുമില്ല. പോട്ടു. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മസ്റൂറ ഫാത്തിമ എന്ന ചാനലിലെ നെജിലെ അത്യാവശ്യം കുറച്ചു പേർക്കൊക്കെ അറിയാമെന്ന് കരുതുന്നു. മുൻപുണ്ടായിരുന്നു 3 വിവാഹ ബന്ധവും 3 കല്യാണം കഴിച്ച് അത് 3ഉം പരാജയപ്പെട്ട് 4മതൊരു ജീവിതത്തിലേക്ക് കടന്ന് അത്യാവശ്യം ഏറെക്കേറിയ ഒരു പെൺകുട്ടിയാണ് ഈ നെജില എന്ന് പറയുന്നത്. ശരിക്കും അന്ന് ഒരുപാട് പേര് എതിർത്തു ഈ 4മതൊരു വിവാഹം ഒരിക്കലും നടത്തരുത് എന്ന് പറഞ്ഞിട്ട്. അതായത് നെജിലയുടെ മാതാപിതാക്കൾ. കാരണം 4മത്തെ ഒരു ജീവിതമാണ്, 100 വട്ടം ആലോചിച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു തീരുമാനം എടുക്കാവൂ എന്ന് എല്ലാവരും, കേൾക്കുന്നവരും കാണുന്നവരും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നെജിലയ്ക്ക് തോന്നി തനിക്കൊരു കൂട്ട് വേണം, തന്റെ 3 മക്കൾക്ക് ഒരു ഉപ്പയായിട്ട് ഒരാള് വേണം എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ട് 4മതൊരു വിവാഹത്തിലേക്ക് നടന്നു. എന്തായാലും ജീവിതം ആരംഭിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതേ പ്രശ്നങ്ങൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. കൊണ്ടിട്ട് വണ്ടി മൊത്തം തൊലഞ്ഞ് നശിപ്പിച്ച് നാറ്റവും കുറേ പൂർത്തിച്ചക്കയും കള്ളൂപ്പിയും വണ്ടിക്കകത്ത്. ഞാൻ പറഞ്ഞു നീ ഇപ്പം ഇവിടെ നിന്ന് ഇറങ്ങണം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ എൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് തരണമെന്ന് പറഞ്ഞു. എടുത്ത് തന്ന് അത് കൊണ്ടുപോവുകയും ചെയ്തു. ഇവിടെ അങ്ങനെ കുടിച്ചുകൊണ്ട് വന്ന് പ്രശ്നം ഉണ്ടാക്കാനും ഒരു സമ്പാദ്യവും ഇവിടെ ഇല്ല. ഇനി എനിക്ക് കുടിക്കാതിരിക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞു പറ്റൂല, ഓക്കെ. ജോലി ചെയ്ത് അന്വേഷിക്കാനും പറ്റുന്നില്ല, പിന്നെന്തിനാണ് ഒരു ഭർത്താവ്? അപ്പോൾ ലാസ്റ്റ് കരഞ്ഞ് കാല് പിടിച്ചാണ് ഞാൻ കയറ്റിയത്. നീ ഇല്ലാതെ പറ്റൂല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതിൻ്റെ ഇടയിൽ സരിതേനെ വിളിച്ച് എല്ലാം ഞാൻ സഹായിച്ചു. പോട്ടെ, അപ്പോൾ ഇനി ഏത് കണ്ടീഷനിൽ ജീവിച്ചാലും എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല. കാരണം നന്നാവാനൊരു മാക്സിമം ഞാൻ എല്ലാം കൊടുത്തു, ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ട് നടന്നു. മക്കൾക്കും ഇക്കാക്കും ഒരുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കൊടുത്തു. ഈ ഒരു സമയത്ത് ഒരു ഭാര്യയ്ക്ക് അവർ അധ്വാനിച്ചൊരു 5 പൈസ തരാനോ അവന് വേറെ ഒന്നിനോ കഴിവില്ല. അവന് വായിക്കൊരു കുഴപ്പമില്ല. ജോലിക്ക് പോയി, വണ്ടി തട്ടി. ഇപ്പോഴത്തെ വിവാഹത്തിൽ വീട്ടുകാർക്ക് നന്നേ എതിർപ്പുണ്ടായിരുന്നു. എതിർക്കാൻ കാരണം തന്നെ ആദ്യത്തെ 3 വിവാഹവും വളരെയധികം കഷ്ടത്തിലായിരുന്നു ജീവിച്ചിരുന്നതും, അത് നഷ്ടപ്പെടുകയും ചെയ്ത്. അപ്പോൾ 4മതൊരു വിവാഹം എന്ന് പറയുന്നത് ഒരു 100,000 തവണ അത് ചിന്തിച്ചതിന് ശേഷം, ആലോചിച്ചതിന് ശേഷം മാത്രമേ തെരഞ്ഞെടുക്കാവൂ. ഇപ്പൊ അതൊന്നും ചിന്തിക്കാതെ തെരഞ്ഞെടുത്തതാണ് നെജിലയുടെ സ്വന്തം ഇഷ്ടത്തിന് തെരഞ്ഞെടുത്തതാണ്. അപ്പൊ വീട്ടുകാർ ഒരുപാട് എതിർത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഉമ്മ ആയാലും വീട്ടുകാരായാലും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അവര് പ്രശ്നം ഉണ്ടാക്കുന്നതിന് തെറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ മകളുടെ ജീവിതമാണ്. അപ്പോൾ ഏതൊരു മാതാപിതാക്കൾക്കും ഒരുപാട് ആശങ്കകൾ കാണും. അവര് ചിന്തിച്ച് ഇനിയൊരു ജീവിതത്തിലേക്ക് പോയി ഇനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതുപോലെ തന്നെ സംഭവിച്ചു. ദേ ഇപ്പൊ 4മതൊരു കുഞ്ഞിനെയും വയറ്റി കൊടുത്തിട്ട് വളരെയധികം പ്രശ്നത്തില്, വളരെയധികം ദുഃഖത്തിൽ തന്നെയാണ് ഇപ്പൊ നെജില കഴിയുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ആർക്കും ഈ അവസ്ഥ വരാതിരിക്കട്ടെ. ഇവനെ കൊണ്ടൊരു സന്തോഷം എനിക്ക് ഉണ്ടാവുന്നില്ല. മാക്സിമം ഞാൻ സന്തോഷിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. മദ്യപിക്കാതിരിക്കാൻ പറ്റൂല, തുറന്നു പറഞ്ഞു. മദ്യപിക്കാതിരിക്കാൻ പറ്റൂല. മോനിങ്ങനെ അൽഹംദുലില്ലാ റാത്താണ്. മദ്യപിക്കാതിരിക്കാൻ പറ്റൂല. ക്രിമിനലുകളുമായിട്ടാണ് കൂട്ട്. വീണ്ടും മദ്യപിക്കാതിരിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഞാനൊരു സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. മദ്യപിക്കാതിരിക്കാൻ പറ്റില്ല. അതും ചെറിയ രീതിയിലുള്ള മദ്യപാനമല്ല. അതിന് കുറച്ച് ദിവസം മദ്യപിക്കാതെ ഇരുന്ന് നോക്കി, പറ്റൂല. അതുകൊണ്ട് MDMA കേസിലെ പ്രതികളും ക്രിമിനലുകളും ഒക്കെ ആയിട്ടൊക്കെ കുടിയും വണ്ടിക്കകത്ത് കള്ളും എന്തിനാണ് പൈനാപ്പിളും അതും ഇതൊക്കെ ആയിട്ട് ഇന്നലെ രാത്രി വന്നിട്ടുണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ പറക്കി കൊടുത്തേച്ചിട്ടുണ്ട്. പൊക്കോട്ടെ, കാരണം കുടിച്ചുകൊണ്ട് ഇവിടെ വന്ന് ജീവിക്കാൻ പറ്റൂല. കാരണം കുട്ടികൾ കിടക്കുകയാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ തമ്മിൽ വഴക്കോ കാര്യങ്ങളൊന്നുമില്ല.
മദ്യപാനം നിർത്താൻ പറ്റൂല. അതുകൊണ്ട് വേറെ പ്രശ്നമോ വടിയോ വഴക്കോ ഒന്നുമില്ല കേട്ടാ, വേറെ ഒന്നുമില്ല കേട്ടാ. അവൻ പോകൂലെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് പോയേ പറ്റൂ. പുതിയ ഡ്രസ്സും എല്ലാമൊക്കെ പാക്ക് ചെയ്ത് കൊടുത്ത് കാറ് കൊണ്ടുപോയി. കാറ് കൊണ്ടുപോട്ടെ, അയാളെ പേർക്കാണ്. എനിക്ക് മദ്യപിക്കുന്ന ഒരാളെ കൂടെ ജീവിക്കാൻ പറ്റൂല. സത്യം പറഞ്ഞ് പോലീസ് സമക്ഷത്തിൽ മദ്യപിക്കൂലെന്ന് പറഞ്ഞ് കയറിയതാണ്. ഭയങ്കര മദ്യപാനം. ഇന്നലെയൊക്കെ 4-ാം കാലിലാണ് വന്നത്. നെജില ഇപ്പം വളരെയധികം ധർമ്മസങ്കടത്തിലാണ്. തനിക്കും മക്കൾക്കും ഒരു കൂട്ടായിട്ട് തുണയായിട്ട് എന്നും ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണ് ആ ഒരു ജീവിതത്തിലേക്ക് കടന്നത്. അത് അത്ര സുഖകരമല്ല എന്ന് നെജിലയ്ക്ക് ഇപ്പോൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ജീവിതമാണ് രണ്ടാമതൊന്ന് തെരഞ്ഞെടുക്കുമ്പോൾ ഒരു 100,000 തവണ ചിന്തിച്ചതിന് ശേഷം മാത്രം തെരഞ്ഞെടുക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും കുഴി പോയി ചാടിയിട്ട് പിന്നെ കൈയും കാലും ഇട്ട് അടിച്ചിട്ട് കാര്യമില്ല. എന്തായാലും വല്ലാത്തൊരു വിധിയായി പോയി. ഇതുപോലൊരു അവസ്ഥ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. കാരണം വെച്ചാൽ കുറഞ്ഞ സാധനങ്ങൾ വെള്ളം ചേർക്കാതെയല്ലേ അടിക്കുന്ന. ഇന്നലെ വണ്ടിയിലെ നാറ്റവും അവൻ വന്നപ്പോൾ ഉള്ള നാറ്റവും നിന്നങ്ങ് ആടെ തന്നെ. ഇനി പിടിച്ചാലൊന്നും കിട്ടില്ല. കാരണം ക്രിമിനലുകളുമായിട്ടും അങ്ങ് കൂട്ടായിപ്പോയി. പക്ക ക്രിമിനൽ. MDMA കേസ് ജയിലിൽ കിടന്നതല്ലേ, ഇയാളും ജയിലിൽ കിടന്ന തന്നെ. ഇതെല്ലാത്തിൻ്റെ കാര്യം മദ്യമാണ്. അവന് ഇഷ്ടം എങ്ങനെ നടക്കാനാണ്? ആഭാസത്തരം കാണിച്ച് കുടുംബത്തിൽ എന്നെ സോപ്പിട്ട് കുറേ പൈസ അങ്ങ് ഒപ്പിച്ച് ജോലിയൊക്കെ ചെയ്യാതെ കടവും മറിച്ച് അവന് ജീവിക്കണം. പോയി ജീവിച്ചോട്ടെ. അൽഹംദുലില്ലാ, ഞാൻ എൻ്റെ മക്കളെ നോക്കി. എന്തായാലും 3 കുട്ടിയൊക്കെ ഉപ്പയില്ലല്ല, ആ കൂട്ടത്തിൽ തന്നെ ഇത് പ്രസവത്തിന് ആരെങ്കിലും എനിക്ക് കാണും. ആ കൊച്ചൊരു തെറ്റും ചെയ്തില്ലല്ലോ. ഇനിയിപ്പോൾ അതാ ഒരു വലിയൊരു ഫീറ്റൽ എക്കോണ് വരുന്നത്. അതുകൊണ്ടാണ് ഇവൻ്റെ മദ്യപാനവും കാര്യങ്ങളും. ആദ്യത്തെ കുഞ്ഞിനും കംപ്ലൈൻറ്റ്. ആദ്യവും നല്ല മദ്യപാനം വരുന്ന റഹീമിന്. അപ്പം കുട്ടികൾക്ക് വയ്യ, ഹാർട്ടിന് കംപ്ലൈൻ്റ് ആയിരുന്നു. ഇവനും മുഷ്താഖും മോനും ഹാർട്ടിന് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലായിരുന്നു, മാഷാ അല്ലാഹ്. അപ്പോഴും അതൊക്കെ ഉള്ളത് കൊണ്ടാണ് ഡോക്ടർ ഇങ്ങോട്ട് തന്നെ പറഞ്ഞത്. ഇപ്പം ഇവൻ യൂറിൻ പാസ് ചെയ്താൽ പോലും നമ്മളിപ്പോൾ യൂറോപ്യനിലാണ് അകത്ത് ബാത്റൂമിൽ വേണം, അതിനകത്ത് വരെ നമ്മളെ ഉറുമ്പ് മൊച്ചിയിരിക്കും. ഞാൻ ചോദിക്കും, ഷുഗർ അത്രയ്ക്ക് കൂടുതലാണ്, ട്രീറ്റ്മെൻറ്റ് ചെയ്യില്ല. അവന് ഒന്നിനും ഒരു ഉഷാറില്ല. കുറേ പൈസ കൊടുക്കുക. ഡൈൻ ബാർ എന്ന് പറയുന്ന ഒരു ബാറുണ്ട്, കുടിക്കുക. ഇപ്പോൾ ലോക്കൽ സാധനങ്ങൾ മേടിക്കുക, വണ്ടിയിലെടുത്ത് വയ്ക്കുക, കുടിക്കുക. എനിക്കത് പറ്റൂല. എൻ്റെ വീട് ഈ ബറക്കത്തുള്ള വീടാണ്. അത് നശിപ്പിച്ചിട്ടൊരു പരിപാടിയും പറ്റില്ല. അതുകൊണ്ട് അയാളെ വഴിക്ക് പോയി. വേറെ പിണക്കങ്ങളും പ്രശ്നങ്ങളൊന്നുമില്ല. സാധനങ്ങളെല്ലാം പെരുന്നാളിന് മേടിച്ച സാധനങ്ങളെല്ലാം ഞാൻ ഇപ്പോൾ മേടിച്ചു കൊടുത്ത എല്ലാം 2 കവറിലായിട്ട് പാക്ക് ചെയ്ത് കൊടുത്ത് അതും കൊണ്ട് കാറും എടുത്ത് പോവുകയും ചെയ്തു. ബൈക്ക് എടുക്കാനായിട്ട് ഇങ്ങോട്ട് വരേണ്ട ഷാനെ, ബൈക്ക് തരില്ല. കാരണം എന്ന് വെച്ചാൽ നിൻ്റെ കുടി മതിയാക്കാൻ നിന്നെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു കാലത്തോളം എനിക്ക് ഹറാമ് പ്രവൃത്തി ചെയ്ത് നിൻ്റെ കൂടെ ജീവിക്കാനും പറ്റൂല. നിന്നിൽ നിന്ന് എനിക്കൊരു സന്തോഷവും സുഖവും കിട്ടത്തുമില്ല. നീ നിൻ്റെ ശരീരസുഖത്തിനും നിൻ്റെ ഇതിനും വേണ്ടി നീ കുടിക്കുന്നു. എനിക്ക് പറ്റൂല. അപ്പം നിനക്ക് നിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി. എൻ്റെ ബൈക്കിൽ നിന്ന് ഇനി ഒരു കാരണത്തിനും വരികയും ചെയ്തു.